ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഘട്ടം നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നാളെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ഇമാനുവൽ മാക്രോൺ. ഇമാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. 75ാം എന്ന് പറയുമ്പോൾ 2024 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. അപ്പോൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 26. ജനുവരി 26 ആണ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. 2024 75ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. അപ്പോൾ 2023 ആരായിരുന്നു? 2023 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അൽ സിസി ആണ് കേട്ടോ. ഓർത്തിരിക്കുക, 2023 74ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അൽ സിസി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആരാണ്? ടി.എ. ജാഫർ. ടി.എ. ജാഫർ ആണ് കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ആരായിരുന്നു? കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്, ആദ്യമായി സന്തോഷ് ട്രോഫി ലഭിച്ചത് 1973 ക്യാപ്റ്റൻ ചോദിച്ചാൽ ആരായിരുന്നു ക്യാപ്റ്റൻ? TKS മണിയാണ്. TKS മണിയാണ് കേട്ടോ. TKS മണിയാണ് കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റനാണ് ടി.എ. ജാഫർ. അദ്ദേഹം ഈയിടെ അന്തരിച്ചു. ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത് 1973. ടോട്ടൽ 7 തവണയാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. അവസാനമായി ലഭിച്ചിട്ടുള്ളത് 2021 കേട്ടോ കേരളത്തിന് അവസാനമായിട്ട് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത് ആണ് കേട്ടോ. അപ്പോൾ 2023 പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. 2023 G20 ഉച്ചകോടി നടന്നിട്ടുള്ളത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് അല്ലേ? ഇന്ത്യയിൽ ഷെർപ്പ സമ്മേളനം നടന്നിട്ടുള്ളത് കുമരകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഷെർപ്പയായിരുന്നു അമിതാഭ് കാന്ത്. അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്നത്. ഓർത്തിരിക്കണം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ ലോകത്തിൽ തന്നെ ചണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ
മോഗയ്ക്ക് ആ പേര് നൽകിയ രാജ്യം. മോഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത് യമനാണ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോഗയ്ക്ക് ആ പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് യമനാണ്. അപ്പോൾ ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത് ബംഗ്ലാദേശാണ്. ബിബർജോയ് ചുഴലിക്കാറ്റ് അറബിക്കടലിലാണ്. പിന്നെ മോഗ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് എന്നും ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി ഏതാണ്? PSC ചോദിച്ചിട്ടുണ്ട്. സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഫാത്തിമ വഹീം ആണ് കേട്ടോ. ക്യാപ്റ്റൻ ഫാത്തിമ വഹീമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ആരാണ്? സഫിൻ ഹസൻ ആണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനമാണ് ബീഹാർ. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയാണ്. രണ്ടാം സ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161 ആണ് കേട്ടോ. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര്. ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് ചോദിച്ചാൽ എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നതാണ് കേട്ടോ. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം. പഴയ പാർലമെന്റിന്റെ പുതിയ പേരെന്താണ്? പഴയ പാർലമെന്റിന് നൽകിയിട്ടുള്ള പുതിയ പേര് ചോദിച്ചാൽ എന്താണ്? സംവിധാൻ സദൻ എന്നതാണ്. ഓർത്തിരിക്കുക. സംവിധാൻ സദൻ എന്നാണ് കേട്ടോ. പഴയ പാർലമെന്റിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് സംവിധാൻ സദൻ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ചോദിച്ചാൽ അത് കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. അപ്പോൾ 2024 എവിടെ വെച്ചിട്ടാണ് കാലാവസ്ഥാ ഉച്ചകോടി നടന്നിട്ടുള്ളത്? അസർബൈജാനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2024 അസർബൈജാനിൽ വെച്ചിട്ടും 2025 ബ്രസീലിൽ വെച്ചിട്ടാണ് കാലാവസ്ഥാ ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ ഐവറി കോസ്റ്റ് ആണ് 2023. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ് കേട്ടോ. ഓർത്തിരിക്കുക. PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ തീം കൂടി പഠിച്ചു വെക്കണം. 2023 തീം ചോദിച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാമെന്നതാണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തീം ചോദിച്ചാൽ, പ്രമേയം ചോദിച്ചാൽ എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നതാണ്. 2024 തീം ചോദിച്ചാൽ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം എന്നതാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം എന്നതാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച
തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഉത്തരാഖണ്ഡിലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. 2023 JC ഡാനിയേൽ പുരസ്കാര ജേതാവ്. 2023 JC ഡാനിയേൽ പുരസ്കാര ജേതാവ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് JC ഡാനിയേൽ പുരസ്കാരം. 2023 ലഭിച്ചതാർക്കാണ്? ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണാണ് 2023 JC ഡാനിയേൽ പുരസ്കാര ജേതാവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI നിലവിൽ വന്നതെന്നാണ്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ഋഷിത ഋതു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് ഋഷിത ഋതു. പത്മാലക്ഷ്മി എന്താണ്? പത്മാലക്ഷ്മി എന്താ? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ലോയർ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ലോയർ ആണ് പത്മാലക്ഷ്മി. ഋഷിത ഋതു PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാറാണ്. ബീഹാറിൽ വെച്ചിട്ടാണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. 17ാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ വേദി. 17ാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ വേദി ചോദിച്ചാൽ ഇൻഡോർ ആണ്. 17ാമത് എന്ന് പറയുമ്പോൾ 2023 17ാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ വേദി ചോദിച്ചാൽ ഇൻഡോർ ആണ്. അപ്പോൾ 2025 18ാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഭുവനേശ്വർ. ഭുവനേശ്വർ ആണ് കേട്ടോ. ഒഡീഷയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് 2025 18ാമത് ഭാരതീയ പ്രവാസി ദിനം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 വർഷം കൂടുമ്പോഴാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ 17ാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ വേദി ചോദിച്ചാൽ ഇൻഡോർ ആണ്. സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യമാണ്. അപ്പോൾ ഓപ്പറേഷൻ അജയ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ അജയ് എന്തായിരുന്നു? ഓപ്പറേഷൻ അജയ് ഓർത്തിരിക്കുക. ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യമാണ്. ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത് എന്താണ്? ഓപ്പറേഷൻ ദോസ്ത് ഓർത്തിരിക്കുക. ഓപ്പറേഷൻ ദോസ്ത് എന്താണ്? തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. 2024 പ്രാധാന്യം എന്തായിരുന്നു? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് കേട്ടോ ആചരിച്ചത്. അന്താരാഷ്ട്ര ഒട്ടക വർഷം. അപ്പോൾ
2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചിട്ടുള്ളത്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ്. കൃത്യമായി തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്